Hi all, this is Midhun. Welcome to Codigo, the Coding Hub. ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്ലാസ് വേരിയബിൾസ് ആയിരുന്നു അല്ലേ? ലാസ്റ്റ് വീഡിയോയിൽ ക്ലാസ് വേരിയബിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് വേരിയബിൾസ് ആണ്. ഒബ്ജക്റ്റ് വേരിയബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റ് വേരിയബിൾസ് എങ്ങനെ ആക്സസ് ചെയ്യാം, ഓൾ ദീസ് തിങ്സ്. സോറി, ഒബ്ജക്റ്റ് വേരിയബിൾസ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ലെറ്റ്സ് ഫസ്റ്റ് ഡിസ്കസ് കൺസ്ട്രക്ടർ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ക്ലാസ് വേരിയബിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് വേരിയബിൾസ് എങ്ങനെ ആക്സസ് ചെയ്യുക യൂസിങ് ക്ലാസ് നെയിം, ഓൾ ദീസ് തിങ്സ് അല്ല. ടുഡേ വി ആക്ച്വലി വാണ്ട് ടു ലേൺ ഒബ്ജക്റ്റ് വേരിയബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ബട്ട് ബിഫോർ ദാറ്റ് ഐ ജസ്റ്റ് നീഡ് ടു ഡിസ്കസ് വാട്ട് ഈസ് കൺസ്ട്രക്ടർ. Constructor is the very important term as concerned to a class. ഒരു ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചു അല്ലെ, നമ്മൾ ഒരു ജസ്റ്റ് ഒരു നമുക്ക് റിയൽ ടൈം എക്സാമ്പിളിലേക്ക് പോകാം. നമ്മളൊരു വീട് പ്ലാൻ എഴുതി വെച്ചു, പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. നമ്മളൊരു ഇന്റീരിയർ ഡിസൈനറെ കൊണ്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചു. എവറിത്തിങ് ഈസ് ഈവൻ ഇന്റീരിയർ ഡിസൈൻ അടക്കം കംപ്ലീറ്റ്ലി എല്ലാം ചെയ്തിട്ട് മൊത്തം ഡിസൈനേഴ്സിനെ കൊണ്ട് ഫുൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഡിസൈൻ വെച്ചിട്ട് ആ വീട് ഉണ്ടാക്കുക. ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്, കോഴിക്കോടാണ് ഞാൻ വീട് ഉണ്ടാക്കുന്നതായിരിക്കും. ആ കോഴിക്കോട് എന്ന് പറയുന്ന ഏതെങ്കിലും സ്ഥലത്ത്, മേ ബി കുന്നമംഗലം എന്നൊരു സ്ഥലമായിരിക്കും, ആ പ്ലേസിൽ ഐ ജസ്റ്റ് വാണ്ട് ടു ബിൽഡ് ദാറ്റ് ഹോം ബേസ്ഡ് ഓൺ ദാറ്റ് ഡിസൈൻ അല്ലെ. ആ ഡിസൈൻ വെച്ചിട്ട് എനിക്ക് വീട് ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? ഒരു കൺസ്ട്രക്ടർ അല്ലെ, ഒരു ബിൽഡർ വന്നിട്ട് അയാൾക്ക് നമ്മൾ ഈ പ്ലാൻ കൊടുക്കുന്നു, അയാൾ അത് നോക്കിയിട്ട് ആ ഡിസൈൻ നോക്കിയിട്ട് ഉണ്ടാക്കുന്നു. നമ്മൾ തന്നെയാണ് നിർത്തി ചെയ്യിക്കുന്നതെങ്കിൽ നമ്മൾ പണിക്കാരെ വെച്ച് നമ്മൾ ചെയ്യിക്കുന്നു, റൈറ്റ്, ബേസ്ഡ് ഓൺ ദാറ്റ് ഡിസൈൻ. എക്സാക്ട്ലി സെയിം ഇൻ പ്രോഗ്രാമിംഗ്. നമ്മളൊരു ക്ലാസ് ഡിസൈൻ ചെയ്ത് വെച്ചു, ഇനി എന്ത് വേണം? നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളെയാണ് കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ. കൺസ്ട്രക്ടർ ഈസ് സംവൺ ഹു ക്രിയേറ്റ്സ് ഒബ്ജക്ട്സ്. ഓക്കെ, സോ വാട്ട് ഈസ് കൺസ്ട്രക്ടർ? Constructor, okay, one second. Constructor, someone or a function or a method. Okay, member function ആണ്, അതുകൊണ്ട് method എന്ന് വിളിക്കാം. Method who generates or constructs objects. Okay, a function or a method that generates or constructs objects. നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെ ഒബ്ജക്റ്റ് നിർമ്മിക്കുന്ന ആളാണ് അല്ലെ ഫംഗ്ഷൻ ആണ് ആര്? കൺസ്ട്രക്ടർ. സോ വാട്ട് ആക്ച്വലി കൺസ്ട്രക്ടർ ഈസ് ഡൂയിങ്? ഓക്കെ, കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് വേരിയബിൾസ് ആസ് യു നോ അല്ലെ കോമൺ വേരിയബിൾസ് ആണ്. അത് ഒരു സിംഗിൾ മെമ്മറി സ്പേസ് മാത്രമേ ഉള്ളൂ, അത് എല്ലാ ഒബ്ജക്ട്സും ഷെയർ ചെയ്യാണ് ചെയ്യുക. വാട്ട് കൺസ്ട്രക്ടർ ആക്ച്വലി ഡൂയിങ്? assigning memory space for object variables. എന്താ കൺസ്ട്രക്ടർ ചെയ്യുന്നത്? ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ്. എങ്ങനെയാ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? അസൈനിങ് മെമ്മറി സ്പേസ് അല്ലെങ്കിൽ അലോക്കേറ്റിംഗ് മെമ്മറി സ്പേസ്. അസൈനിങ്ങിനെക്കാളും നല്ലത് അലോക്കേറ്റിംഗ് ആണ് കേട്ടോ. അലോക്കേറ്റിംഗ്. ഓക്കെ, allocating, so that will be the clear word. Allocating memory space. നമ്മൾ ഒരു ക്ലാസിന്റെ അകത്ത് എത്ര ഒബ്ജക്റ്റ് വേരിയബിൾസ് എഴുതി വെച്ചിട്ടുണ്ടോ ആ ഒബ്ജക്റ്റ് വേരിയബിൾസിനെ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് കൺസ്ട്രക്ടർ. സിമ്പിൾ. ഒരു ക്ലാസ്സിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഡിസൈൻ ഉണ്ട്, ആ ഡിസൈനെ ബേസ് ചെയ്തിട്ട് അതിനകത്ത് എത്ര ഒബ്ജക്റ്റ് വേരിയബിൾസ് ഉണ്ട് നോക്കി ആ ഒബ്ജക്റ്റ് വേരിയബിൾസിനെ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് ആ ഒബ്ജക്റ്റിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ആളാണ് ആര്? കൺസ്ട്രക്ടർ. സോ കൺസ്ട്രക്ടർ ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ്സ് അല്ലെങ്കിൽ ക്രിയേറ്റ്സ് ഒബ്ജക്ട്സ്. ഓക്കെ, ക്രിയേറ്റ്സ് ഒബ്ജക്ട്സ്, ദാറ്റ്സ് ദ ബെസ്റ്റ്. ക്രിയേറ്റ്സ് ഒബ്ജക്ട്സ്. ഓക്കെ, കൺസ്ട്രക്ടർ. മറ്റ് ലാംഗ്വേജുകൾ പഠിച്ചിട്ട് വന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ജാവയൊക്കെ ആണെങ്കിൽ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് സെയിം നെയിം ഓഫ് ക്ലാസ് ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങളുടെ ക്ലാസിന്റെ പേര് കാർ എന്നാണെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് ക്ലാസ് കാർ എന്നാണ് എഴുതുന്നില്ലെങ്കിൽ കൺസ്ട്രക്ടർ കാർ ഓഫ് ആയിരിക്കും.
അല്ലെങ്കിൽ കാർ തന്നെയായിരിക്കും സെയിം നെയിം ആയിരിക്കും ആ ഫംഗ്ഷനും ഉണ്ടാവുക. ക്ലാസ്സിനും കൺസ്ട്രക്ടറിനും സെയിം നെയിം ആണ് മറ്റ് ലാംഗ്വേജുകളിലൊക്കെ അധികം ഉണ്ടാവാറ്. ബട്ട് ഇൻ പൈത്തൺ കൺസ്ട്രക്ടറിന്റെ പേര് ഡിഫറെന്റ് ആണ്. കൺസ്ട്രക്ടർ ഈസ് init. This is actually constructor init underscore underscore init underscore underscore. This is actually constructor method. പൈത്തണിൽ കൺസ്ട്രക്ടർ മെത്തേഡ് എന്ന് പറയുന്നത് init ആണ്. This is also called special methods. ഈ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അണ്ടർസ്കോർ വരുന്ന മെത്തേഡ്സിനെ നമ്മൾ വിളിക്കാറ് സ്പെഷ്യൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ വേരിയബിൾസ് എന്നൊക്കെയാണ്. വേരിയബിൾസ് ആണെങ്കിൽ സ്പെഷ്യൽ വേരിയബിൾസ്, ഇതിപ്പോൾ മെത്തേഡ് ആയതുകൊണ്ട് സ്പെഷ്യൽ മെത്തേഡ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന് സ്പെഷ്യൽ മെത്തേഡ് എന്ന് വിളിക്കുന്നതെന്ന് വി വിൽ ഡിസ്കസ് നൗ. സോ എന്താണ് കൺസ്ട്രക്ടർ? കൺസ്ട്രക്ടർ ഈസ് ദ പേഴ്സൺ ഓർ ദ ഫംഗ്ഷൻ ഹു ക്രിയേറ്റ്സ് ഓർ ജനറേറ്റ്സ് ഓർ കൺസ്ട്രക്ട് ഒബ്ജക്ട്സ് by allocating memory space to object variables. Okay, that's it. Okay, simply പറയുകയാണെങ്കിൽ constructing object, that's it. Okay, so let's go and create a class with class variables and object variables. Okay, so I am removing all these things now. So let me create a class student. Okay, student will be leave it, class company. Okay, class employee will be fine. Okay, so I'm going to create a class for employees in a company ABCD. Okay, whatever, company name will be ABCD. Okay, so every employee in my company will have the same company name. അല്ലേ, എൻ്റെ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയിയുടെയും കമ്പനി നെയിം സെയിം ആയിരിക്കും, ABCD ആയിരിക്കും. സോ എപ്പോഴാണ് ഒബ്ജക്റ്റ് വേരിയബിളും ക്ലാസ് വേരിയബിളും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ്, ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് വേരിയബിൾ ആയിരിക്കും നിർബന്ധമായിട്ടും, അല്ലെ? തിങ്ക് അബൌട്ട് എക്സാമ്പിൾ ഓഫ് എംപ്ലോയി ID. ഒരു എംപ്ലോയിന്റെ ഐഡി ആയിരിക്കില്ല വേറൊരു എംപ്ലോയിക്ക് ഉണ്ടാവുക, ആ എംപ്ലോയിന്റെ ഐഡി ആയിരിക്കില്ല വേറൊരു എംപ്ലോയിക്ക് ഉണ്ടാവും. സോ ഓരോ ഒബ്ജക്റ്റിനും എംപ്ലോയി ID ഡിഫറെന്റ് ആയിരിക്കും. സോ ദാറ്റ് ഷുഡ് ബി an ഒബ്ജക്റ്റ് വേരിയബിൾ. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വേരിയബിൾ ആണോ ക്ലാസ് വേരിയബിൾസ് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. യു ഗോട്ട് ദ പോയിന്റ്? അതായത് ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് ആ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ, ആ വേരിയബിളിന്റെ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ, വേരിയബിൾ ഓക്കെ, ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് ആ വേരിയബിളിന് വാല്യൂ മാറാൻ സാധ്യതയുണ്ടെങ്കിൽ ദാറ്റ് വേരിയബിൾ ഷുഡ് ബി ഒബ്ജക്റ്റ് വേരിയബിൾ. ലൈക്ക് എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയിന്റെ സാലറി, ഇതൊന്നും എല്ലാ എംപ്ലോയിക്കും ഒരേപോലെ ആയിരിക്കില്ല. സോ ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് ഇതൊക്കെ മാറും. സോ ദാറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റ് വേരിയബിൾ. ബട്ട് വാട്ട് അബൌട്ട് കമ്പനി നെയിം? ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിലെ എംപ്ലോയീസിന്റെ മാത്രം ഡീറ്റെയിൽസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിന്റെയും കമ്പനി നെയിം സെയിം ആയിരിക്കും. ഇപ്പോൾ ABCD ആണ് കമ്പനിയുടെ പേരെങ്കിൽ എവറി എംപ്ലോയി ഹാവ് ദ സെയിം കമ്പനി നെയിം. അപ്പോൾ ഓരോ ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് അത് കമ്പനി നെയിം മാറുമോ? ഇല്ല, എല്ലാവർക്കും കോമൺ ആയിരിക്കും. സോ അങ്ങനെയുള്ള വേരിയബിളുകളെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ക്ലാസ് വേരിയബിൾസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ് മീ ടേക്ക് company name equal to some ABCD technologies. Okay, ABCD technologies. You got it? ആ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒബ്ജക്റ്റ് വേരിയബിളും ക്ലാസ് വേരിയബിളും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, നൗ വി നീഡ് ടു ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ് വേരിയബിൾസ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്തൊരു ക്ലാസ് ഇല്ലേ, നമ്മൾ കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മളൊരു ഇനിറ്റ് മെത്തേഡ് എഴുതിയിട്ടേ ഇല്ല, അല്ലെ? കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എഴുതിയിട്ടേ ഇല്ല. ബട്ട് ഈവൻ ദോ ഇറ്റ് വർക്ക്സ്, ഞാൻ A എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, B എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, C എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? പ്രീവിയസ് വീഡിയോയിൽ ഹൗ ഇറ്റ് വർക്ക്സ് വിത്തൗട്ട് കൺസ്ട്രക്ടർ. ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എല്ലാ ക്ലാസ്സിനും കൺസ്ട്രക്ടർ ബൈ ഡിഫോൾട്ട് ഉണ്ടാവും. സി നൗ കമ്പനി നെയിം
maybe I am just writing location equal to Calicut. Okay, so I have the location like this. I just have two variables. I can create object, right? A equal to employee, B equal to employee. I can create, right? How? I don't have any constructor. ഞാനിപ്പോൾ ഇവിടെ init എന്ന് പറഞ്ഞ മെത്തേഡ് ഇല്ല, കൺസ്ട്രക്ടർ ഇല്ല. Then how it is actually constructs the object? എല്ലാ ക്ലാസ്സിനും ബൈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടാവും. അതായത് ബൈ ഡിഫോൾട്ട് ആയിട്ട് പൈത്തൺ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും പൈത്തൺ തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എല്ലാ കൺസ്ട്രക്ടറിനും ബൈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടാവും. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എംപ്റ്റി ആയിരിക്കും, ലൈക്ക് ദിസ്. ഡിഫൈൻ അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ അണ്ടർസ്കോർ. ഓക്കെ, ജസ്റ്റ് എംപ്റ്റി പാസ്. ബൈ ഡിഫോൾട്ട് എല്ലാ ക്ലാസ്സിനും ഒരു കൺസ്ട്രക്ടർ ഉണ്ടാവും. നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് ആയിട്ട് കൺസ്ട്രക്ടർ ഉണ്ടാവും. അത് ആ കൺസ്ട്രക്ടർ ആണ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വിത്തൗട്ട് കൺസ്ട്രക്ടർ ഒരു ക്ലാസ്സും ഉണ്ടാവില്ല. എവറി ക്ലാസ് വിൽ ഹാവ് എ കൺസ്ട്രക്ടർ. ബൈ ഡിഫോൾട്ട് പൈത്തൺ പ്രൊവൈഡ് ചെയ്യും കൺസ്ട്രക്ടർ. ഓക്കെ, പക്ഷെ നമ്മളത് കാണില്ല. വി ഡോണ്ട് ഹാവ്, നമ്മൾ കോഡ് കൊടുക്കാത്തതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് ബി ദർ. ബട്ട് റിമെമ്പർ, ബൈ ഡിഫോൾട്ട് എവറി ക്ലാസ് കണ്ടെയ്ൻ കൺസ്ട്രക്ടർ, പൈത്തൺ കൺസ്ട്രക്ടർ ഉണ്ടാവും. ഓക്കെ, ബട്ട് നമുക്കിപ്പോൾ എംപ്ലോയി ഐ ഡി, എംപ്ലോയിയുടെ നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്ജക്റ്റ് വേരിയബിൾസ് മൊത്തം ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഒബ്ജക്റ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ടർ ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. കൺസ്ട്രക്ടറിലൂടെ അല്ലാതെയും നമുക്ക് ഒബ്ജക്റ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, ജസ്റ്റ് മൈൻഡിൽ വെക്കുക. കൺസ്ട്രക്ടർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ടറിലൂടെയാണ് ഒബ്ജക്റ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാറ്. കൺസ്ട്രക്ടറിന്റെ ഉള്ളിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വേരിയബിൾസ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യാറ്. പക്ഷേ നമുക്ക് അല്ലാതെ പുറത്തൊന്നും എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒബ്ജക്റ്റ് വേരിയബിൾസും ക്രിയേറ്റ് ചെയ്യാം. അതൊരു പോയിന്റ് ആയിട്ട് മൈൻഡിൽ വെക്കുക. ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ കൺസ്ട്രക്ടറിലൂടെയാണ് ഒബ്ജക്റ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് കൺസ്ട്രക്ടർ എഴുതുക? ഓക്കെ, സോ ഞാൻ പറഞ്ഞു കൺസ്ട്രക്ടർ ഇസ് എ ഫംഗ്ഷൻ, മെമ്പർ ഫംഗ്ഷൻ. സോ ഡിഫൈൻ init. See this one, init. This is the constructor. അതിന്റെ ഒരു കളർ തന്നെ മാറുന്നത് കണ്ടോ? ബിക്കോസ് this is a special function, init. Okay, what I'm going to do, what is this self indicates? Very important point. What you mean by that self? എന്താണ് അവിടെ സെൽഫ് വരാൻ കാരണം? I will depict you in a minute. Just ഇപ്പൊ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, സെൽഫ് അവിടെ വെക്കുക. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് see, I'm just going to write init variables. Very important point. ഇവിടെ തൊട്ട് അങ്ങോട്ട് എപ്പോഴും മനസ്സിലാക്കുക, ക്ലാസ് വേരിയബിൾസ് നമ്മൾ ഇതുപോലെ എഴുതി. കമ്പനി നെയിം സിംപ്ലി കൺസ്ട്രക്ടറിന് പുറത്ത്, അതായത് ക്ലാസ്സിനുള്ളിൽ ഡയറക്റ്റ് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ അല്ലാതെ എഴുതുന്ന എല്ലാം ക്ലാസ് വേരിയബിൾസ് ആണ്. കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെൽഫ് ഡോട്ട് വെച്ച് എഴുതുന്ന വേരിയബിൾസ് ആയിരിക്കും ഒബ്ജക്റ്റ് വേരിയബിൾസ്. ഒബ്ജക്റ്റ് വേരിയബിളിനെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് വിളിക്കും കേട്ടോ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പല ആൾക്കാരും ചിലപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. സോ ഒബ്ജക്റ്റ് വേരിയബിൾ ഈസ് ആക്ച്വലി നോൺ ആസ് ഇൻസ്റ്റൻസ് വേരിയബിൾ. ഓക്കെ, ചിലപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്താണെന്ന് ചോദിക്കാം. സോ ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് വേരിയബിൾ. ആൻഡ് ക്ലാസ് വേരിയബിളിനെ സ്റ്റാറ്റിക് വേരിയബിൾ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. സ്റ്റാറ്റിക് വേരിയബിൾ. Okay, these are the common terms. Okay, comes to here, self dot കൊടുക്കുന്ന ആ സെൽഫിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ will explain now. But സെൽഫ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വേരിയബിൾ. ഡു റിമെമ്പർ നൗ, സെൽഫ് ഡോട്ട് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആയിരിക്കും ഇൻസ്റ്റൻസ് വേരിയബിൾസ്. സോ സെൽഫ് ഡോട്ട് emp id equal to some 101 whatever. Self dot emp name equal to some method. Okay, self dot emp salary equal to some 50,000. That can be.
See, ഇവിടെ സെൽഫ് ഡോട്ട് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത എല്ലാ വേരിയബിൾസും ഒബ്ജക്റ്റ് വേരിയബിൾസ് ആണ്. ബട്ട് ദാറ്റ്സ് വിയർഡ് ആക്ച്വലി. ഇവിടെ നമ്മൾ എല്ലാ എംപ്ലോയിക്കും എംപ്ലോയി ID 1.1 നെയിം മിഥുൻ 50,000. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് ഒബ്ജക്റ്റ് വേരിയബിൾസ് ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് ചേഞ്ച് ആവുന്നല്ലേ. ഇപ്പോൾ മിഥുൻ എന്ന് പറയുന്ന ഒരു എംപ്ലോയിന്റെ ഒബ്ജക്റ്റിന്റെ ഐഡിയും നെയിമും സാലറി ആയിരിക്കില്ല. ആകാശ് എന്ന് പറയുന്ന ഒരു എംപ്ലോയിന്റെ ഐഡിയും നെയിമും സാലറിയും ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ദെൻ ഹൗ ഡു ഐ പ്രൊവൈഡ് വാല്യൂസ് ഹിയർ? 1.1 മിഥുൻ 50,000. Is it a correct way? No. ഒബ്ജക്റ്റ് വേരിയബിൾസ് നമ്മൾ ഡൈനാമിക്കലി ആയിരിക്കും അല്ലെ, നമ്മൾ ഓരോ ഒബ്ജക്റ്റും ഡിഫറെന്റ് ആയിരിക്കും. സോ യു ക്യാൻ പാസ് വാല്യൂസ് ടു ഹിയർ. ഇവിടെ കൊടുക്കാം ID, name, then salary, and you can assign this value to here ID. So ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ക്ലിയർ ആവും. നെയിം and you can pass salary also here. This is a proper constructor. Okay, constructor with 3 arguments. So let me create a object of this class employee. Okay, object 1 is equal to employee. നമ്മൾ ഒരിക്കലും init ഫംഗ്ഷൻ കോൾ ചെയ്യില്ല. വി വിൽ യൂസ് ദ സെയിം ക്ലാസ് നെയിം. അത് ജാവയിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ്. ക്ലാസ് നെയിം വെച്ചിട്ട് തന്നെയാണ് കൺസ്ട്രക്ടർ കോളിംഗ് നടത്തുക. പക്ഷെ കൺസ്ട്രക്ടർ ഡെഫിനിഷന്റെ അകത്ത് ഇനിറ്റ് ഉണ്ടാവും. അത് അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസി ആയിട്ടൊരു വഴിയുണ്ട്. കൺട്രോൾ ഞെക്കി പിടിക്കുക, എംപ്ലോയി ഇവിടെ എത്തുമ്പോൾ അത് ഒരു ലിങ്കായി മാറും. ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതാ ഇനിറ്റിലേക്ക് വരും. ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെയൊക്കെയാണ് കഴ്സർ ഉള്ളത്. സോ ഇവിടെ ഞാൻ എംപ്ലോയിൽ ക്ലിക്ക് ചെയ്യാണ്. ഇറ്റ് വിൽ ബി ലീഡ് ടു ഇനിറ്റ് ഫംഗ്ഷൻ. സോ ഈ എംപ്ലോയി ആ ഫംഗ്ഷൻ കോളിംഗ് അത് കൺസ്ട്രക്ടർ കോളിംഗ് ആണ്. നമ്മൾ സാധാരണ ഇത്രയും നാളെ ഫംഗ്ഷൻ്റെ അകത്ത് പഠിച്ചില്ലേ, ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ്. സോ ഇവിടെ ശരിക്കും ഈ എംപ്ലോയി എന്ന് പറയുന്നത് കൺസ്ട്രക്ടർ കോളിംഗ് ആണ്. ഇവിടെ കൺസ്ട്രക്ടർ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്ലാസിന്റെ നെയിം ആണ്. സോ ദാറ്റ്സ് പോയിന്റ്. ഇനിറ്റ് എന്നാണ് ശരിക്കും ക്ലാസിന്റെ പേര്, ഫംഗ്ഷന്റെ പേര് വരുന്നത് അല്ലെ. കൺസ്ട്രക്ടർ മെത്തേഡിന്റെ പേര് ഇനിറ്റ് എന്നാണ്. പക്ഷെ നമ്മൾ കോൾ ചെയ്യുന്നത് എംപ്ലോയി വെച്ചിട്ടാണ്. ഈ എംപ്ലോയി വെച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ഇനിറ്റിലേക്ക് തന്നെ പോകും. അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മാജിക്കൽ മെത്തേഡ് എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ എംപ്ലോയി കോൾ ചെയ്താൽ മതി, പക്ഷെ ഡയറക്റ്റ്ലി എത്തുന്നത് അവിടെ ആയിരിക്കും. ഓക്കെ, കൺസ്ട്രക്ടറിന്റെ ഡെഫിനിഷന്റെ അകത്തുള്ളത് _ init _ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിന് കോൾ ചെയ്യേണ്ടി വരിക ക്ലാസിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ്. സോ ക്ലാസിന്റെ പേര് ഉപയോഗിച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ്ലി ഇവിടെ എത്തും. ഇതിപ്പോ വർക്ക് ചെയ്യും? ഇല്ല, വർക്ക് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനിറ്റ് മെത്തേഡിന്റെ അകത്ത് 3 വേരിയബിൾ, സെൽഫ് ഇപ്പൊ അവിടെ നിൽക്കട്ടെ, സെൽഫ് ഡോണ്ട് മൈൻഡ്, 3 ആർഗ്യുമെന്റ് ഉണ്ട്. ID, നെയിം, സാലറി. യു ഹാവ് ടു പാസ് ഇറ്റ് 1.1 നെയിം മിഥുൻ. Okay, മിഥുൻ. And the third one salary 50,000. Okay, you created an object. Another one, object 2 is equal to employee of 1.2 ആണ് employee ID, രാജു ആണ് അയാളുടെ പേര്, 25,000 ആണ് സാലറി. ഇവിടെ എന്താ നടക്കുന്നത്? ഞാൻ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ, ഈ ലൈനിലാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. സോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺസ്ട്രക്ടർ ആണ് കോൾ ആവുന്നത് അല്ലെ. കൺസ്ട്രക്ടർ ആണ് കോൾ ആവുന്നത്. കൺസ്ട്രക്ടർ കോൾ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ID 1.1 ഐഡിയിലേക്ക് കിട്ടും, ഈ നെയിം മിഥുനിലേക്ക് കിട്ടും, ഈ മിഥുൻ നെയിമിലേക്ക് കിട്ടും, ഈ 50,000 സാലറിയിലേക്ക് കിട്ടും. ഇതെവിടെ നമ്മൾ അസൈൻ ചെയ്യാം? EMP ID ഈക്വൽ ടു ID ആയിട്ട് നമ്മളിപ്പോൾ ID കൊടുത്ത 1.1 ID ആയിട്ടും നെയിം മിഥുൻ എന്നുള്ളത് നെയിം ആയിട്ടും 50,000 എന്ന് പറയുന്ന സാലറി ആയിട്ടും ഇവിടെ അസൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഹിയർ ഇൻ ദിസ് നോട്ട്ബുക്ക്. ഓക്കെ, ഞാനിപ്പം 3 വേരിയബിൾസ് ആണ് പാസ് ചെയ്തത്. ഓക്കെ, സോ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ മെമ്മറി എന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ദിസ് ഈസ് യുവർ മെമ്മറി സ്പേസ്. ഓക്കെ, so I'm writing, see, look at the code. ഇവിടെ ID, നെയിം, സാലറി പാസ് ആയിട്ടുണ്ട്. ഓക്കെ, then
let me explain what is self here. ഇവിടെ ഈ എംപ്ലോയി കോൾ ചെയ്യുന്നുണ്ട്, ഈ എംപ്ലോയി കോൾ ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് ഒബ്ജക്റ്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇപ്പൊ ഞാൻ 3 വേരിയബിൾ പാസ് ചെയ്തു. എന്താ? സോ id 1.1 എന്ന് പറഞ്ഞ id, ഓക്കെ, id പാസ് ചെയ്തു. Then I just passed name, okay, that is actually Mithun. Then I passed salary, that is actually 50,000. So constructor എന്താ ചെയ്യുന്നത്? കൺസ്ട്രക്ടർ അല്ലെ, ഇവിടെ കൺസ്ട്രക്ടർ ചെയ്യുന്നത് നമ്മൾ പാസ് ചെയ്തത് 1.1 മിഥുൻ സാലറി, ഇത് മൂന്നും കിട്ടി. കൺസ്ട്രക്ടർ will actually allocate memory space in memory, എന്നിട്ട് ആ ഒബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യും അല്ലെ. സോ ഒബ്ജക്റ്റ് 1 കൺസ്ട്രക്ട് ചെയ്യും. So here object 1 construct ചെയ്തു by allocating id അല്ലെ, id, name and salary. ഇത് മൂന്നും കൊടുത്തിട്ട് കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്. Then object 2 വന്നു with 1.2 as the id, Raju as the name, 25,000 as the salary. id, name, salary. Oh, that's look weird. എന്താ പ്രശ്നം? നോക്കിയേ, ഇതും id, ഇതും id. Is it possible? സെയിം പേരിൽ 2 വേരിയബിൾ പോസിബിൾ ആണോ? ഇതും നെയിം, ഇതും നെയിം. Is that possible? No, not at all. ഒരിക്കലും ഒരു ഫയലിന്റെ അകത്ത് ഒരേ പേരിൽ അല്ലെങ്കിൽ ഒരു മെമ്മറിന്റെ അകത്ത് ഒരേ മെമ്മറീസിൽ സേവ് ചെയ്യുമ്പോൾ ഒരേ പേരിൽ ഒരേ ഐഡന്റിഫയറിൽ 2 വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നെവർ, ഇറ്റ്സ് പോസിബിൾ. ഇതിപ്പോ കൺഫ്യൂഷൻ ആവില്ലേ? id എന്ന് വിളിക്കുമ്പോൾ ഏത് ഐഡിയ എടുക്കേണ്ടത്? ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്, അത് തിരിച്ചെടുക്കണം എന്ന് വിചാരിക്കും. ഈ ഐഡിനെ ആക്സസ് ചെയ്യണം എന്ന് വിചാരിക്കും. ഏത് ഐഡിയ എടുക്കുക? 1.1 എടുക്കോ 1.2 എടുക്കോ? കൺഫ്യൂസിങ്, റൈറ്റ്? ഹിയർ ആക്ച്വലി ദ സെൽഫ് കംസ് ടു പിക്ചർ. ഹിയർ ആക്ച്വലി സെൽഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. സി, നമ്മളിവിടെ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ലൈൻ കോൾ ചെയ്യുന്നില്ലേ, അതായത് ഒബ്ജക്റ്റ് 1 ഈക്വൽ ടു എംപ്ലോയി ഓഫ്. ഇവിടെ ക്രിയേറ്റ് ആവാൻ പോകുന്ന ഒബ്ജക്റ്റ് ഏതാ? ഒബ്ജക്റ്റ് 1 ആണ്. ആ ഒബ്ജക്റ്റ് 1ന്റെ റെഫറൻസ് അല്ലെങ്കിൽ ആ ക്രിയേറ്റ് ആവാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെ ഒരു അഡ്രസ്, മെമ്മറി അഡ്രസ്, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചാൽ മതി, കൺഫ്യൂസ് ചെയ്യണ്ട. മെമ്മറി അഡ്രസ് എന്നൊന്നും പറഞ്ഞിട്ട് കൺഫ്യൂസ് ചെയ്യണ്ട. ആ ക്രിയേറ്റ് ആവാൻ പോകുന്ന ഒരു വേരിയബിൾ, ഒബ്ജക്റ്റ് 1 ഒരു വേരിയബിൾ ആണ് അല്ലേ. അഫ്കോഴ്സ് ഡാറ്റ ടൈപ്പ് ആണ്, ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഒരു വേരിയബിൾ ആയിരിക്കും, ഒബ്ജക്റ്റ് 1 ഒരു വേരിയബിൾ ആണ് അല്ലെ. ജസ്റ്റ് ലീവ് ഇറ്റ് അസൈഡ്. ഒബ്ജക്റ്റ് 1 ക്രിയേറ്റ് ആവാൻ പോകുന്ന ഒബ്ജക്റ്റ് 1, ആ ഒബ്ജക്റ്റ് 1ന്റെ റെഫറൻസ് ആണ്, റെഫറൻസ് മീൻസ് അതിന്റെ ഒരു ലിങ്ക്, അതാണ് സെൽഫിലേക്ക് പാസ് ആവുക ഓട്ടോമാറ്റിക്കലി. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പൈത്തൺ തന്നെ ചെയ്തോളൂ. ഏത് ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ആകാൻ പോകുന്നത് ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ്, ആ ഒബ്ജക്റ്റ് തന്നെ എവിടത്തേക്ക് കിട്ടും? സെൽഫിലേക്ക് കിട്ടും. അപ്പൊ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സെൽഫ്, ഒബ്ജക്റ്റ് 1 സെൽഫിൽ കിട്ടും. അതായത് ആ ഒബ്ജക്റ്റ് 1 ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് ശേഷമാണ് സെൽഫിലേക്ക് കിട്ടുക. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ ഒരു റെഫറൻസ്, ആ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു അഡ്രസ് ആണ് ആക്ച്വലി ക്രിയേറ്റ് ആവുന്നത്. ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ക്രിയേറ്റ് ആയതിനു ശേഷമാണ് സെൽഫിലേക്ക് കിട്ടുക. പിന്നെ കൺസ്ട്രക്ടർ എന്ത് ചെയ്താൽ മതി? അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടുമ്പോൾ തന്നെ ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ക്രിയേറ്റ് ആയിട്ട് ആ റെഫറൻസ് ആണ് എവിടത്തേക്ക് അയച്ചു കൊടുക്കുന്നത്? സെൽഫിലേക്ക് കിട്ടുക. ഈ സെൽഫിലേക്ക് അയക്കുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കൺസ്ട്രക്ടർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെൽഫിനൊന്നും പാസ് ചെയ്യുന്നില്ല അല്ലെ. നമ്മൾ ഈ 1.1 ഐഡിയിലേക്കും മിഥുൻ എന്ന് പറയുന്ന നെയിമിലേക്കും 50,000 എന്ന് പറയുന്ന സാലറിയിലേക്കും മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഈ സെൽഫ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂ ഒന്നും പാസ് ചെയ്യുന്നില്ല, നമ്മൾ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി പൈത്തൺ തന്നെ അതിന്റെ റെഫറൻസ്, ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തോളൂ. അതായത് ഒന്നുമില്ല, ഇതിപ്പോ ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് 1ന്റെ റെഫറൻസ് സെൽഫിൽ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഇവിടെ എന്തായി? നമുക്ക് ഈ സെൽഫിന്റെ അകത്ത് എന്ത് കിട്ടി? ഇപ്പൊ ഒബ്ജക്റ്റ് 1ൽ നോക്കുകയാണെങ്കിൽ സെൽഫ് ഈക്വൽ ടു എന്താ കിട്ടിയത്? ഒബ്ജക്റ്റ് 1 കിട്ടി അല്ലെ. നിങ്ങൾ കോഡ് നോക്കിയേ, ഞാൻ വെറുതെ emp id ഈക്വൽ ടു id എന്നല്ല കൊടുക്കുന്നത്, വെറുതെ സെൽഫ് ഡോട്ട് emp നെയിം
വെറുതെ emp name equal to name എന്നല്ല കൊടുക്കുന്നത്. self dot emp id അതുപോലെ തന്നെയാണ് മെമ്മറിയിൽ സേവ് ആവുകയും ചെയ്യാം. ഓക്കെ, അതായത് സെൽഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒബ്ജക്റ്റ് 1 ആണ്. സോ ഒബ്ജക്റ്റ് 1 ഡോട്ട് emp id ആയിരുന്നു, ഞാൻ വെറുതെ id എന്ന് കൊടുത്തത് emp id ആണ്. ഓക്കെ, let me write it. object 1 dot emp id object 1 dot emp name. okay, ഞാൻ തടയുന്നു. object 1 dot emp salary. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ സേവ് ആവുക? ഒബ്ജക്റ്റ് 2 ഇവിടെ അടുത്ത കോളിംഗില് സെൽഫിന്റെ വാല്യൂ എന്തായിട്ട് മാറി? ഒബ്ജക്റ്റ് 2 ആയി മാറി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, സെൽഫ് ഡോട്ട് ആണ്, സെൽഫ് ഡോട്ട് emp id ഈക്വൽ ടു id എന്നാണ് കൊടുത്തത്. അപ്പോ ഒബ്ജക്റ്റ് 2 ഡോട്ട് emp id എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, സോ ഒബ്ജക്റ്റ് 2 ഡോട്ട് emp id ഈക്വൽ ടു 1.2. object 2 dot emp underscore name equal to Raju. object 2 dot emp underscore salary equal to 25,000. so ipo okay, ipo oru confusion illa, perfect ah. ഇത് 1.1 എന്ന് പറയുന്നത് object 1 dot emp id ആണ്, ഇത് 1.2 എന്ന് പറയുന്നത് object 2 dot emp id ആണ്. so ഇത് രണ്ടും രണ്ട് സാധനമാണ്. object 1 dot emp id യും object 2 dot emp id യും entirely different ആണ്. ഇവിടെയാണ് സെൽഫ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് കോൾ ചെയ്യുമ്പോൾ തന്നെ ആ ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ നമ്മൾ അതിനെ കോൾ ചെയ്യുന്നത്, അല്ലെ ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ അതിനെ റെഫറൻസ് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ഓട്ടോമാറ്റിക്കലി സെൽഫിലേക്ക് എത്തിക്കോളും. അപ്പൊ നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ഒബ്ജക്റ്റ് 1 ഡോട്ട് emp id എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് വാല്യൂ തിരിച്ച് ആക്സസ് ചെയ്യുമ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് 2 വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്റ്റ് 2 ഡോട്ട് emp id മാത്രമേ കിട്ടുള്ളൂ. there is no duplicate value. so this is how a self variable works. okay, so this is what constructor actually do. okay, clear ആണെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യും. കൺസ്ട്രക്ടർ എവിടെയാണ്? എംപ്ലോയി വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്. കൺസ്ട്രക്ടർ ഇനിറ്റ് മെത്തേഡ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ കോൾ ചെയ്യുന്നത് അതിന്റെ റെഫറൻസ് സെൽഫിലേക്ക് പോകും. ആ സെൽഫ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ വേരിയബിൾസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നോ അത്രയും മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒബ്ജക്റ്റ് 3 ഈസ് ഈക്വൽ ടു എംപ്ലോയി ഓഫ് 1.3 some Asif, okay, then 29,000 some object I just created. okay, ഇപ്പൊ ഇവിടെ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ടോട്ടലി എത്ര മെമ്മറി സ്പേസ് ക്രിയേറ്റ് ആവും എന്ന് പറയാൻ പറ്റും? ഒന്നാമത്തെ ഒബ്ജക്റ്റിന് ഐഡിക്ക് ഒരു മെമ്മറി വേണം, നെയിമിന് ഒരു മെമ്മറി വേണം, സാലറിക്ക് ഒരു മെമ്മറി വേണം, 3 മെമ്മറി. രണ്ടാമത്തെ ഒബ്ജക്റ്റിനും ഇതേപോലെ 3 വേണം, മൂന്നാമത്തെ ഒബ്ജക്റ്റിനും 3 വേണം. ടോട്ടലി 9 മെമ്മറി സ്പേസ് ക്രിയേറ്റ് ആയിരുന്നു. 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകും. അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ 3 ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ആകുന്നുണ്ട്. ആ 3 ഒബ്ജക്റ്റ് വേരിയബിളിനും വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. സോ ടോട്ടലി 9 ഒബ്ജക്റ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. Got the point? This is what constructor and object variables works. Okay, so object variable ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്റ്റിനും അതിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള വേരിയബിൾസ് നമ്മൾ ഒബ്ജക്റ്റ് വേരിയബിൾസ് ആയിട്ട് അസൈൻ ചെയ്യുക. ഒബ്ജക്റ്റ് വേരിയബിൾ നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്യാറ് കൺസ്ട്രക്ടറിന്റെ ഉള്ളിലാണ്, പക്ഷെ അങ്ങനെ തന്നെ വേണമെന്നില്ല, നമുക്ക് പുറത്തും ക്രിയേറ്റ് ചെയ്യാം. വേറെ സെറ്റേഴ്സ് ആൻഡ് ഗെറ്റേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ്, സെറ്റേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അത് യൂസ് ചെയ്തിട്ട് സെറ്റേഴ്സ് ഓർ മ്യൂട്ടേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ബൈ യൂസിങ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് ന്യൂ വേരിയബിൾസ്, പുതിയ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം, പുതിയ ഒബ്ജക്റ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. നോർമലി നമുക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒബ്ജക്റ്റ് വേരിയബിൾസ് ആണ് നമ്മൾ കൺസ്ട്രക്ടറിനുള്ളിൽ കൊടുക്കുക. നമ്മളൊരു ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അല്ലെ, ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുമ്പോൾ എംപ്ലോയി ഐഡിയും എംപ്ലോയിന്റെ നെയിമും സാലറിയും ആവശ്യമാണ്. അപ്പൊ അത് 3 നമ്മൾ കൺസ്ട്രക്ടറിനുള്ളിൽ കൊടുത്തത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്നുകൂടി കൊടുക്കാം, എത്ര വേരിയബിൾസ് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഒന്നും ആവശ്യമില്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട. ഓക്കെ, നമുക്ക് അതിനുശേഷം പിന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ കൺസ്ട്രക്ടർ എന്താണ് ചെയ്യുന്നത്? കൺസ്ട്രക്ടർ ക്രിയേറ്റ് ആയിട്ട് അവിടെ കൺസ്ട്രക്ടർ ആക്ച്വലി ഒബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിന് വേണ്ട അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് വേരിയബിൾസിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ കൺസ്ട്രക്ടർ ആ ഒബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് ആക്ച്വലി ഹാപ്പനിങ് ദർ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്.
Okay, so this is how you can create objects. Okay, I'm just defining one more function. Define get details. So ഈ get details എന്ന് പറയുമ്പോഴും ഇവിടെ സെൽഫ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. നമ്മൾ ഒരു മെമ്പർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൽഫ് വരുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് പറയുമ്പോൾ പറയും മെത്തേഡ്സ് 3 ടൈപ്പ് ഉണ്ട്. ഇൻസ്റ്റൻസ് മെത്തേഡ് ഉണ്ട്, സ്റ്റാറ്റിക് മെത്തേഡ്സ് ഉണ്ട്, ക്ലാസ് മെത്തേഡ്സ് ഉണ്ട്. സോ ഇങ്ങനെ ഈ സെൽഫ് വരുന്ന മെത്തേഡ്സ് മൊത്തം ഇൻസ്റ്റൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മെത്തേഡ്സ് ആണ് അല്ലെ. അത് ഒബ്ജക്റ്റ് വേരിയബിൾസിനെ ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡ്സ് ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, ഇത് ഒബ്ജക്റ്റ് വേരിയബിൾസിനെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യും. Okay, that we'll discuss in later. Don't confuse with that. Okay, so ഈ get details എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യിക്കുകയാണ്. So I'm just printing print self dot id empid comma self dot emp name comma self dot emp salary. Okay, this member function. Any member function എങ്ങനെ ആക്സസ് ചെയ്യാം? സിംപ്ലി ഒബ്ജക്റ്റ് യൂസ് ചെയ്താൽ മതി. obj1 dot get details. Okay, obj2 dot get details. ഇതിപ്പോ എങ്ങനെയാ വർക്ക് ചെയ്യാം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ കൺസെപ്റ്റിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. obj1 dot get details കോൾ ചെയ്യുമ്പോൾ ഈ get details കോൾ ആവും. പക്ഷെ നമ്മുടെ മെമ്മറിയിൽ 3 ഒബ്ജക്റ്റുകൾ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി അല്ലെ. 3 ഒബ്ജക്റ്റുകൾ ഉണ്ട്. അതിൽ ഏത് ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പ്രിന്റ് ആവുക? ദാറ്റ്സ് വാട്ട് ദ സെൽഫ് കംസ് ടു ദ പിക്ചർ. നമ്മളിവിടെ obj1 dot get details കോൾ ചെയ്യുമ്പോൾ ഈ obj1ന്റെ റെഫറൻസ് ഓട്ടോമാറ്റിക്കലി സെൽഫിൽ പോയി. യു ഗോട്ട് ദ പോയിന്റ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. obj1 dot get details കോൾ ചെയ്യുമ്പോൾ obj1ന്റെ റെഫറൻസ് obj1 ആണ് എന്നുള്ള ആ റെഫറൻസ് എവിടത്തേക്ക് കിട്ടി? സെൽഫിൽ കിട്ടി. പിന്നെ കാര്യങ്ങൾ സിമ്പിൾ ആയില്ലേ? പ്രിന്റ് സെൽഫ് ഡോട്ട് എംപ്ലോയി ഐ ഡി. ദാറ്റ് മീൻസ് സെൽഫിന്റെ ഇടയ്ക്ക് എന്താ ഉള്ളത്? ഇപ്പോൾ obj1 ആണല്ലേ. പ്രിന്റ് obj1 dot employee id. obj1 dot employee id. പ്രിന്റ് obj1 dot emp name. പ്രിന്റ് obj1 dot emp salary. 3 നമ്മൾ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. കാരണം ഈ സെൽഫ് ഇവിടെ എത്തും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലോ obj2 dot get details കോൾ ചെയ്യുമ്പോൾ ഈ obj2ന്റെ റെഫറൻസ് സെൽഫിൽ എത്തി. അപ്പോൾ സെൽഫ് അവിടെ എന്തുള്ളത്? obj2 ഉള്ളത്. obj2 dot employee id, obj2 dot employee name, obj2 dot employee salary. ഇത് 3 പ്രിന്റ് ആവുക. സോ ഓരോ ഒബ്ജക്റ്റിന്റെയും വേരിയബിൾസ് ഡിഫറെന്റ് ആണ്. ലെറ്റ്സ് റൺ ഇറ്റ് ആൻഡ് സീ ദ ഔട്ട്പുട്ട്. See 1.1 Midun 50,000, 1.2 Raju 25,000. You're getting different. You are not getting the duplicate value. In object 3 വിളിച്ചാലോ object 3 dot get details. So you will get the third one. I mean Asif's details കിട്ടും. See 1.3 Asif 29,000. How it works actually? By using self എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് സെൽഫിലേക്കാണ് റെഫറൻസ് പോകുന്നത്. നമ്മൾ ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ കോൾ ചെയ്യുന്നത്, ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ ആക്സസ് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ആണ് സെൽഫിലേക്ക് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഹൗ ഒബ്ജക്റ്റ് വേരിയബിൾസ് ആൻഡ് വർക്ക്സ്. ഒബ്ജക്റ്റ് വേരിയബിൾസ് ആൻഡ് കൺസ്ട്രക്ടർ. നമ്മൾ ഈ ഇന്നത്തെ സെക്ഷൻ്റെ അകത്ത് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ കൺസ്ട്രക്ടർ ആൻഡ് ദ ഒബ്ജക്റ്റ് വേരിയബിൾസ് ഇത് രണ്ടുമാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ ക്ലിയർലി. നമ്മൾ വരും ക്ലാസ്സുകളിൽ ഇത് കുറച്ചും കൂടി സ്ട്രെങ്ത് ആക്കും ഡിസ്കസ് ചെയ്തിട്ട്. സോ നൗ ഐ തിങ്ക് ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ ക്ലിയർലി. ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് കാണുക. യു വിൽ ഗെറ്റ് ദ ഇൻഫർമേഷൻസ് പ്രോപ്പർലി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.